അതെ. ഓക്കെ അമ്മ വാ. ഹലോ, കുറച്ച് കുഞ്ഞാളുള്ളത്. ഹലോ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറെ കാലങ്ങളായിട്ട് നല്ല ചായ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മ. പക്ഷെ ഇപ്പൊ ചായ ഉണ്ടാക്കാൻ ആള് മറന്നു വരികയും നമ്മൾ ചായ ഉണ്ടാക്കാൻ ആളെ പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് എൻ്റെ സ്വന്തം കൂട്ടുകാരൻ പറഞ്ഞിരുന്ന വഴിയിലൂടെ എങ്ങനെ ചായ ഉണ്ടാക്കാമെന്ന് കൃത്യമായി കാണിച്ചത്. അതെ, എന്താ ചായയില് ചായ ഉണ്ടാക്കണ എങ്ങനെയാ? ചായയില് ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കണ എങ്ങനെയാ? അതാ ഓക്കെ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം. ഇത് പോരെ 300 ആദ്യം നമ്മൾ വെള്ളം എടുക്കണം. ഇങ്ങനെ അടുത്ത് വന്ന് നിക്ക്. ഇത് ചെയ്യണൊക്കെ നോക്കി കാണണം. കണ്ട വെള്ളം എടുക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കണം. വെള്ളത്തിൽ നോക്ക്. ഓക്കെ. വെള്ളം എടുത്തിട്ട് നമ്മൾ ഗ്യാസ് എത്തിക്കും. ഇന്ന് അയാളെന്റെ ഹെൽപ്പറാണ്. എന്നിട്ട് നമ്മൾ ചായ അല്ല വെള്ളം തിളക്കാൻ കാത്തിരിക്കും. ഓക്കെ. ആരൊക്കെ ഒഴിക്ക സമാനപ്പെടി. എനിക്കൊരു സമയമൊക്കെ ഉണ്ട്. ഞാനല്ല പഠിപ്പിക്കണേ. കൂടി തിളക്കട്ടെ. വെള്ളം എന്റെ ചായ പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ എല്ലാവരും പറഞ്ഞാൽ നടക്കും. വെള്ളം നിറയ്ക്കാൻ കുറച്ച് സമയമുണ്ട്. നമ്മുടെ ഇത് ചൂടാവുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും നാള് വെള്ളവും പാലൊക്കെ കൂടി ഒരുമിച്ച് ഒഴിച്ച് തിളപ്പിച്ച് ചായ ഉണ്ടാക്കി ചായയുടെ രുചി കളഞ്ഞ സ്ത്രീ. അങ്ങനെയൊന്നും കേട്ടോ. എൻ്റെ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ സൂപ്പർ ഉണ്ടാവും. അത് തിളച്ചാ തിളച്ചിട്ടില്ല? ഒഴിക്കല്ലേ. അതിലേക്ക് ചായപ്പൊടി എടുത്തിടും. പെട്ടെന്ന് വേണം. അല്ല ചായപ്പൊടി ഇട്. ഇച്ചിരി വിട്ടോ. അതന്നെ. അടുപ്പത്തിരിക്കട്ടെ. മനസ്സിലായ? ഇനി നമ്മൾ ഇത് തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കണം. മനസ്സിലായ? തിളച്ച് മറിയണം. നിനക്ക് എന്താണ് ഞാൻ ചായ ഉണ്ടാക്കി തരാൻ പഠിപ്പിക്കണത്? നിനക്ക് ഇഷ്ടപ്പെടല്ലേ? മോന്തൊക്കെ ശുഷ്കുളാന്തിയായിട്ട് വെച്ചേക്കണ്. ഇനി പാല് പൊട്ടിക്ക്. അതങ്ങനെ ചെയ്യല്ലേ. ഞാനല്ലേ പാല് പൊട്ടിക്ക്. പൊളിയിട്ടല്ലേ. ഇനി വഴി അതിനകത്തൊരു അതല്ല, ഒരു ഗ്ലാസ് അല്ല, എൻ്റെ പകുതി ഒഴി. അത് കണ്ട ഇപ്പൊ ചായയുടെ കൺസിസ്റ്റൻസി കണ്ട. അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലേ? നിങ്ങളുടെ മോൻ ഇത്ര നല്ല രീതിയിൽ ചായ വെക്കാൻ പഠിച്ചത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലേ? ഇല്ലേ? ഇല്ല. അത് മതി. അങ്ങനെ ഇതിനി ഒന്നും കൂടി നമ്മൾ തിളപ്പിച്ചെടുക്കും. ഭയങ്കര അടിപൊളി ചായ ആയിരിക്കും. ചായ തിളക്കുന്ന കാണേ കണ്ട. ഇപ്പൊ ചായക്കില്ലേ എനിക്ക് അടുപ്പുണ്ടാവും ചായക്ക്. ഇനി ഇത് തിളക്കാൻ ടൈം എടുക്കും. അപ്പൊ പാൽ അത്രയും തിളക്കുള്ളൂ. ഈ തുടക്കം വരെ ഇങ്ങനെ തിളത്തി മറിയില്ല. അപ്പൊ പാലിന്റെ കൺസിസ്റ്റൻസി എടുക്കുമ്പോ ടേസ്റ്റ് വരും. ഒന്നും അറിയില്ല. സില്ലിയമ്മ നട്ടുന്നു. നല്ലതാണത്. ഇനി ഇതിങ്ങനെ തിളച്ചു വരണം. അപ്പൊ പറയാൻ പറഞ്ഞ ചായ മതി. ഉള്ളിൽ കൊച്ചു കണ്ടുപോകുന്നത്
തിളച്ചിട്ടില്ല, തിളക്കണം. അങ്ങനെ അമ്മ ഇത്ര ഇതിലും ഈ പ്രായത്തിലും എഡ്യൂക്കേഷൻ സ്വീകരിച്ചിരിക്കുകയാണ്. അതും കിടിലൻ ചായ ഉണ്ടാക്കാൻ അറിയാവുന്ന എൻ്റെ അടുത്തുനിന്ന്. ആൾക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല, പക്ഷേ അധികം പറയണ്ട, അധികം പറഞ്ഞാൽ ചിലപ്പോൾ തല്ലും. ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലല്ലോ. നമസ്കാരം, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ സാധനം കിട്ടി. നമ്മുടെ ചായ തയ്യാറായിരിക്കുകയാണ്. എന്തായാലും അമ്മയെ ചായ ഉണ്ടാക്കി പഠിപ്പിച്ച സന്തോഷത്തിൽ ഞങ്ങൾ മടങ്ങുന്നു. ബൈ ബൈ. അച്ഛനെ ഞാൻ ചായ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ പുള്ളി തലക്കടിയില്ല. ഉള്ള കാര്യം പറയാം. ഇത് ചായപ്പൊടി കളഞ്ഞിട്ട് ഒഴിക്കാം. Thank you.